ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇപ്പോഴും ചോദിക്കുന്ന പോലെ തന്നെ എല്ലാവർക്കും നല്ല വിശേഷമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ അധികം ചെറിയ ട്രാവലിംഗ് വ്ളോഗുകൾ അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ പേരിലൊക്കെ അല്ലേ ഇടല്. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയല്ല ഫാമിലിയിൽ നിന്നാണെങ്കിലും കുറേ കുട്ടികളാണെങ്കിലൊക്കെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വീഡിയോ ആണ്. എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ചെറിയ യാത്ര പോയിരുന്നു. ചെറിയ യാത്ര എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപിലേക്ക് ആണ് നമ്മളെ ഈ പ്രാവശ്യത്തെ യാത്ര. അപ്പോൾ അതിൻ്റെ വ്ളോഗുകൾ ഇങ്ങനെ സീരീസ് ആയിട്ട് ചെയ്യാനൊക്കെ കുട്ടികൾ കേട്ടോ മെയിനായിട്ട്. എനിക്ക് കസിൻസും അങ്ങനെയൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു, അവർക്കൊക്കെ എല്ലാം കാണാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ അവിടെ എന്താണ് നമ്മൾ കറക്റ്റായിട്ട് റേഞ്ചും ഒന്നും കിട്ടുന്നില്ല, നെറ്റ് കിട്ടുന്നില്ല. അപ്പോൾ അവിടെ നമ്മളിവിടുത്തെ പോലെ അത്ര റേഞ്ചും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ടും പിന്നെ ടൈമും ഉണ്ടാവില്ലല്ലോ. നമ്മളിങ്ങനെ ട്രിപ്പ് പോകുന്ന സമയത്ത് നമുക്ക് കൂടുതൽ എഡിറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പോയ ടൈമിന് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നലെയാണ് ഞാൻ എത്തിയത്. അപ്പോൾ ഇനി മുതൽ ഒരു 5-6 വീഡിയോ ആയിട്ട് ലക്ഷദ്വീപിലെ യാത്രേൻ്റെ വീഡിയോസൊക്കെ ഉണ്ടാവും. ഇത് ഏകദേശം ഒരു 10 ദിവസത്തോളം ഉള്ളൊരു യാത്രയാണ്. അപ്പോൾ എന്തായാലും ഒരു വീഡിയോയിലെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനൊരു 5-6 വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം, എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം. നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ ഉണ്ട്. ജാനുവരി 9-നാണ് കേട്ടോ നമ്മൾ പോയത്. രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്, സുബഹി നിസ്കരിച്ച് ഉടനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേപ്പൂരിൽ നിന്ന് ഇപ്പം ലക്ഷദ്വീപിലേക്ക് ഷിപ്പൊന്നുമില്ല, കൊച്ചിയിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ട്രെയിൻ കയറിയിട്ട് അങ്ങോട്ടേക്ക് എത്തണം. അപ്പോൾ കസിന് വന്നിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ സുബഹി നിസ്കരിച്ച് ഉടനെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്രേൻ്റെ തുടക്കം തന്നെ പറഞ്ഞാൽ നല്ല തിരക്ക് പിടിച്ചതായിരുന്നു. നമ്മൾ എണീറ്റ് റെഡി ആയപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ ട്രെയിൻ എന്തായാലും അതിൻ്റെ കറക്റ്റ് ടൈമിന് പോകുമല്ലോ. അപ്പോൾ ഞങ്ങൾ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സുബൈൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ റോഡിൽ കൂടുതൽ വണ്ടികളൊന്നും ഇല്ല, ഇനി അതുകൊണ്ട് തന്നെ വേഗം പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ, തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ. കുറച്ച് അതിന് പോയാലോ വണ്ടടിച്ചല്ലേ. ഇവിടെ പറ്റിയ കീഞ്ഞ് പോണ സാധനം കടി. എന്റെ മീറ്റിംഗ് എപ്പോഴാ? കിട്ടുന്നുണ്ട്. അതാ സാധനം ഒന്നതാ. അങ്ങനെ നമ്മളിതാ ഓടി പിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ട്രെയിനിന് തന്നെ ഷാഫിഖാൻ്റെ ഫ്രണ്ട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു വർക്ക് ചെയ്യുന്നത് എറണാകുളമാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓരും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷാഫിഖ ഓരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. For the kind attention of passengers, train number 1957 Jamnagar. അങ്ങനെ നമ്മൾ ട്രെയിൻ കയറി ട്രെയിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ട്രെയിനിൽ ആരും എണീറ്റിട്ടൊന്നുമില്ല, നമ്മൾ സ്ലീപ്പർ ആയിരുന്നു എടുത്തത്. അപ്പോൾ പിന്നെ ഞാനും വേഗം മുകളിൽ കയറിയിട്ട് കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയിലാണ്. ഞാനിതാ ഒരു ചെറിയ ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റിട്ടുണ്ട്. ഷാഫിഖാക്ക് ഇതാ ഉറങ്ങുമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ട്രെയിനിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു പെർഫെക്റ്റ് സ്ഥലം കിട്ടാണ്ട് ഉറങ്ങുമൊന്നുമില്ല. അപ്പോൾ മൂപ്പര് ഫുൾ ടൈം ഇങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ യാത്ര ചെയ്യുകയാണെങ്കിലും ആദ്യമൊക്കെ അങ്ങനെയാണ് കേട്ടോ, നല്ല കട്ടിലും ബെഡും പുതപ്പൊക്കെ കിട്ടിയാലേ ഉറങ്ങുള്ളൂ. പിന്നെ ഇപ്പോൾ എവിടെ കിട്ടിയാലും എങ്ങനെ കിട്ടിയാലും ഉറങ്ങും. ജസ്റ്റ് ഒരു ചാരി കിടക്കാനുള്ള സ്ഥലം കിട്ടിയാലും ഞാൻ വേഗം കിടന്നുറങ്ങും കേട്ടോ. കാരണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഉറക്കം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഉറക്കം എങ്ങനെയെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കളാവ് കിട്ടും യാത്രേൻ്റെ ഇടയിലാണെങ്കിലും. അപ്പോൾ ഇതാ എറണാകുളം എത്താനായിട്ടുണ്ട്.
ഇപ്പോൾ ടൈം ഏകദേശം 11:30 ആയിട്ടുണ്ട്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇനി പോർട്ടിൽ പോകണമെങ്കിൽ ഓട്ടോ വിളിക്കണം. അപ്പോൾ അതിൻ്റെ കൗണ്ടറിലേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ നമുക്ക് ഷിപ്പിന് ബോർഡിംഗ് ടൈം പറഞ്ഞത് 1 മണിക്കാണ്. പക്ഷേ ഞങ്ങൾ രണ്ടാളും ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഷാഫിക്കാക്കിൻ്റെ ടിക്കറ്റ് മാത്രമേ കൺഫേം ആയിട്ടുള്ളൂ. എൻ്റേത് ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് 1 ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ മിക്കവാറും കൺഫേം ആവാൻ ചാൻസ് ഉണ്ട്. കാരണം 1 അല്ലേ, ആരെങ്കിലുമൊക്കെ വരാത്തതുണ്ടാവല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ പോകുന്നത്. അതിപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്തെങ്കിലും ക്ലിയർ ചെയ്യണമെങ്കിലൊക്കെ നേരത്തെ എത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ തന്നെ പോകുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാണ്ടാണ് പോകുന്നത്. അവിടുന്ന് എന്തോ ഇനി ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ അത് റെഡി ആക്കിയിട്ട് പിന്നെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിത് ഓട്ടോ കിട്ടിയിട്ടുണ്ട്. ഓട്ടോ വിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. നേരത്തെ ഓട്ടോ ഒക്കെ പിടിച്ച് അവിടെ എത്തിയപ്പോഴേക്കും ഒരു പറഞ്ഞത് 1 മണിക്ക് അവിടെ കൗണ്ടർ തുറക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെന്നെ ചോദിക്കണമെങ്കിലും അവിടെ ആൾ വരണമെങ്കിൽ 1 മണിയാവുമെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, തോപ്പുമടിയിലേക്ക് വന്നതാണ്. ഇപ്പോൾ സോൾട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ ആംബിയൻസ്. ആ കായലിൻ്റെ തൊട്ട് പക്കത്ത് തന്നെയാണ് കേട്ടോ നമ്മളെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേക്ക് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ടിക്കറ്റ് കൺഫേം ആകാത്തത് കൊണ്ട് തന്നെ ഇവിടെ നിന്നൊരു സീലടിച്ച് തരും. അപ്പോൾ ഷാഫിഖാൻ്റെ ടിക്കറ്റിൽ മാത്രമേ സീലടിച്ചിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വെയിറ്റ് ലിസ്റ്റ് 1 ആയതുകൊണ്ട് തന്നെ നമ്മളോട് ഉള്ളിലേക്ക് കയറിയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ്, കാരണം നമ്മൾ പെർമിറ്റിലാണല്ലോ പോവുക. നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് പോകുമ്പം അവിടുത്തെ ഒരാളെ സ്പോൺസറിൻ്റെ പെർമിറ്റ് വേണമല്ലോ നമുക്ക്. അപ്പോൾ അതൊക്കെ കാണിച്ച് കഴിഞ്ഞ് കുറച്ച് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടേ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഷാഫിഖാൻ്റെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടോ ബോർഡിങ്ങൊക്കെ. എൻ്റെ തന്നെ ടിക്കറ്റ് കൺഫേം ആയിട്ട് വേണം എനിക്ക് ബോർഡിങ് കിട്ടണമെങ്കിൽ. അപ്പോൾ രാത്രി 7 മണിക്കാണ് ഷിപ്പ് എടുക്കുക. 1 മണിക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇവിടെയുള്ള ഇത് എനിക്ക് തോന്നുന്നത് 700 ആളോ അങ്ങനെ എന്തോ പോകുന്ന ഷിപ്പിനു. അപ്പോൾ ആരെങ്കിലും ക്യാൻസലായാൽ മാത്രമാണല്ലോ എൻ്റേത് കൺഫേം ആവുക. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നൊരു ഫുള്ള് ബോർഡിങ് കഴിഞ്ഞിട്ട് ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് എൻ്റെ ടിക്കറ്റിൻ്റെത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ക്യാൻസലായത് വേണമല്ലോ എനിക്ക് കയറാനും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ അൽഹംദുലില്ലാ എൻ്റെ ടിക്കറ്റും കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റിലേക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ വരാത്തത്. അപ്പം നമ്മളെ കയറ്റി വിട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ ചെക്കിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങളിതാ ഇനി ബസ്സിൽ കയറാൻ വേണ്ടി പോവാണ്. ബസ്സിൽ കയറിയിട്ട് നമ്മൾ ഷിപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇറക്കുകയാണ് ചെയ്യുക. ഏടാണോ ഷിപ്പ് കിടക്കണേ സുഖാനം വെച്ചല്ല ജനാലെ അങ്ങനെ ഫൈനലി നമ്മളിതാ ഷിപ്പിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉച്ചയ്ക്ക് 1 മണിക്ക് ബോർഡിങ് തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ടൈം മുതൽ ആൾക്കാരെ കയറ്റി വിടുന്നുണ്ട്. അപ്പോൾ ആ ടൈം മുതൽ 7 മണി വരെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ. ഈ നോക്കി നിൽക്കുന്നതൊക്കെ 1 മണിക്കൊക്കെ കയറിയ ആൾക്കാരുണ്ട്. നമുക്ക് ഏതായാലും കൺഫേം ആകാത്തതുകൊണ്ട് തന്നെ ലാസ്റ്റ് ടൈമിൽ 7 മണി ആകുമ്പോഴാണ് കയറിയത്. പിന്നെ പഠിച്ചവനാണ് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ ഷിപ്പിൽ കയറാൻ. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഷാഫിഖാക്ക് ഓൾറെഡി ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ ഷിപ്പിൻ്റെ വലുപ്പമൊക്കെ കൂടെ കണ്ടപ്പോഴേക്കും ഒന്നും കൂടെ പേടിയായിട്ടോ. ഒരുപാട് ആൾക്കാർ പോകുന്ന ഷിപ്പാണ്. അതായത് 700 or 800 അങ്ങനെ എന്തോ ഒരു ആൾക്കാരാണ് ഇതിൽ പോവുക. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയുണ്ട് കേട്ടോ. കാരണം കടലിൻ്റെ നടുവിലൂടെ പോകണ്ടേ, ഫുള്ള് കടലല്ലേ, ദ്വീപിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്.
ഷിപ്പിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്നത് ഇൻഫർമേഷൻ സെക്ഷനാണ് കേട്ടോ. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവിടെ അടുത്ത് ചോദിച്ചാൽ മതി. ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ദ്വീപിലുള്ള കവരത്തിലുള്ളൊരു കാക്കനെ കണ്ടിരുന്നു. ജംഹറക്ക എന്ന് പറയും. ഒരാണ്ട് നമ്മൾ ഫുള്ള് ഹെൽപ്പ് ചെയ്തത്, റൂമൊക്കെ കാണിച്ചു തരേ. നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് നല്ലതായിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം എന്താ ഒരു ഫ്ലാറ്റിലൂടെ നമ്മൾ നടക്കുന്ന ആ ഒരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 323 കേട്ടോ. ക്യാബിനാണ്, സെക്കൻഡ് ക്ലാസ് ആണ്. അപ്പോൾ റൂമിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പിന്നെ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഷിപ്പ് എടുക്കുമ്പോൾ തന്നെയുള്ള ആ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാം. നമ്മൾ ലഗേജ് വേഗം ഉള്ളിൽ വെച്ചിട്ട് പുറത്ത് വന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ തന്നെ കൊച്ചിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാനും ഇനി കുറച്ചങ്ങോട്ട് പോയാൽ ഫുള്ള് കടൽ മാത്രമല്ലേ, രാത്രിയാണ്, നല്ല ടെൻഷനായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് നൈറ്റ് മുതലുള്ള ഫുഡ് നമുക്ക് ഷിപ്പിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഷിപ്പിലെ രീതികളും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ അനൗൺസ് ചെയ്തിരുന്നു 7 മണിയാകുമ്പോൾ രാത്രിയത്തെ ഡിന്നർ കിട്ടും കേട്ടോ. അപ്പോൾ ജംഹറക്ക പെട്ടെന്ന് തന്നെ പോയിട്ടില്ലെങ്കിൽ കിട്ടൂല, നല്ല റഷായിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഓരോ കൂടെ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഫുഡിൻ്റെ ടോക്കണൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മളിതാ സീറ്റിലേക്ക് ഇരിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു കൗണ്ടർ ഉണ്ടാവും. അവിടെ ആദ്യം തന്നെ പേയ്മെൻറ്റ് ചെയ്യുക, എത്ര ആൾക്കാണ് വേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ടോക്കൺ തരും. എത്ര ആൾക്കാണോ എന്നുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ടോക്കൺ തരും. പിന്നെ നമ്മൾ ഇരുന്നതിന് ശേഷം ഒരു വന്നിട്ട് ടോക്കൺ കളക്ട് ചെയ്യും, എന്നിട്ട് ഫുഡ് കൊണ്ട് തരലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സിസ്റ്റങ്ങളൊക്കെ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, അവിടെയുള്ള ആൾക്കാരൊക്കെ ഡെയിലി പോകുന്നതാണ്. അല്ലാണ്ട് ഷിപ്പിലൊക്കെ എപ്പോഴും യാത്ര ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അവർക്കിതൊന്നും ഒരു വലിയ സംഭവമായിട്ട് തോന്നില്ല. പക്ഷേ നമ്മളെന്തായാലും ഫസ്റ്റ് ആയിട്ടൊരു കാര്യം കാണുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് അല്ലേ. അപ്പോൾ ആ ഫുഡ് വന്നിട്ടുണ്ട്. ചപ്പാത്തി ഉണ്ട്, ചപ്പാത്തിയും ചോറും ഉണ്ടായിരുന്നു. പിന്നെ ചെറുപയറിൻ്റെ ഒരു കറിയും, പിന്നെ ഒരു വെജിറ്റബിളിൻ്റെ കറിയും, പിന്നെ ഒരു ഫിഷിൻ്റെ പീസുമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇനി വേഗം തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങളിതാ മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒന്നും ഷിപ്പ് എടുത്തിട്ടില്ല കേട്ടോ. 7 ആയിട്ടുണ്ട്, 8 മണിയൊക്കെ ആയിട്ടുണ്ട് ഷിപ്പ് എടുത്തപ്പം. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഷിപ്പ് എടുത്തത്. അപ്പോൾ നമ്മൾ ഡെക്ക് ഭാഗത്തേക്ക് പോവാണ്, മുകളിലേക്ക് പോവാണ്. ഇവിടെ ഒരു പൂളൊക്കെ ഉണ്ട്. ഞാൻ വീഡിയോൻ്റെ ഫസ്റ്റിൽ തന്നെ കാണുന്നില്ലേ, പൂളൊക്കെ ഉണ്ട്. പക്ഷേ വെള്ളമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് പോവാണ്. നല്ല തണുപ്പുള്ള കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഷിപ്പ് എടുത്തിട്ടില്ലെങ്കിലും നമുക്ക് ഫസ്റ്റ് ടൈം കയറുമ്പോൾ ഷിപ്പിൻ്റെ എല്ലാ ഭാഗങ്ങളും എങ്ങനെയാണെന്നൊക്കെ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാവില്ലേ. ആ ഒരു ക്യൂരിയോസിറ്റിൻ്റെ പുറത്താണ് കേട്ടോ എല്ലാം ഇങ്ങനെ തിരഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഡെക്കിലേക്കാണ് കയറിയത്. നമ്മളിവിടെ കയറിയപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. ഷാഫിക്ക ഓൾറെഡി ഷിപ്പിൽ കയറിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അത് ഇത്ര വലിയ ഷിപ്പല്ലേനു കേട്ടോ. ഞാനാണ് ഫസ്റ്റ് ടൈം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കും നല്ല ഹരമുണ്ട് കേട്ടോ കാണാൻ. എല്ലാ ഭാഗവും ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. ഷിപ്പ് ഇതാ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഷിപ്പ് നല്ലോണം കരയിലേക്ക് അടുപ്പിക്കുമല്ലോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ മാറ്റണമെങ്കിൽ ബോട്ട് വേണം തോന്നുന്നു കേട്ടോ. അതിൻ്റെ സീനാണ് കാണുന്നത്. അതിങ്ങനെ കയറ് കെട്ടിയിട്ട് വലിച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങോട്ട് സൈഡിലേക്ക് ആക്കുകയാണ്. പിന്നെ നമ്മൾ ഷിപ്പ് എടുത്ത് കുറച്ചങ്ങ് ആയപ്പോഴേക്ക് ഒരു ചെറിയ ബോട്ട് നമ്മൾ ഷിപ്പിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷിപ്പിൻ്റെ കാര്യങ്ങളൊന്നും കൂടുതൽ അറിയില്ലല്ലോ. അപ്പോൾ ജംഹറക്കാണ് കേട്ടോ നമുക്കെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഷിപ്പ് വരുന്നത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഷിപ്പിലൊരു പൈലറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഷിപ്പ് എടുത്ത് കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പൈലറ്റ് നിന്ന് ഇറങ്ങും. പിന്നെ അതിൻ്റെ ഫുൾ ഡ്യൂട്ടി ഇതിലെ ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ ഉണ്ടാവില്ലേ, അപ്പോൾ ക്യാപ്റ്റൻ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം ആ പൈലറ്റിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർ വരുന്നത്.
പിന്നെ ഞാനിതാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിസ്കാര റൂമിൽ വന്നതാണ്. അപ്പം ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് വേറെ നിസ്കാര റൂമുണ്ട്. നിസ്കാര കുപ്പായവും ഖുർആനും കാര്യങ്ങളും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ. നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കുറേ നേരം മുകളിൽ ഡെക്കിൽ നിന്നിട്ടുണ്ട്, ഒരുപാട് ടൈം നിന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് നേരം സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ഭാഗം മാത്രം കൊടുത്തത്. അപ്പോൾ ഇനി നിസ്കരിച്ച് കഴിഞ്ഞിട്ട് വേഗം പോയി കിടക്കണം. അങ്ങനെ നമ്മളിതാ രാവിലെ എണീറ്റ് ഷിപ്പിൻ്റെ പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ, 7:00 ആയിട്ടുണ്ട്. കാരണം പിന്നെ നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ മേലേക്ക് കയറിയിരുന്നു, അതായത് ഡെക്കിലേക്ക് പോയിരുന്നു. അവിടുന്ന് കുറേ ടൈം കഴിഞ്ഞതിന് ശേഷമാണ് ഇറങ്ങി വന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിരുന്നു എണീക്കാൻ. അപ്പോൾ ഇതാ ഫസ്റ്റായിട്ട് നല്ല ബ്ലൂ കളർ സീ കാണുകയാണ്. നമ്മളെ നാട്ടിലൊക്കെ എന്താണ് നമ്മൾ കടലുണ്ടെങ്കിലും കൂടി വേറൊരു വെള്ളമല്ലേ. അപ്പോൾ ഷാഫിക്കാക്ക് വെള്ളത്തിൻ്റെ കളറ് അങ്ങനെ നമ്മൾ വിചാരിക്കാത്ത കാര്യത്തിലുണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ കൂടുതൽ. അപ്പോൾ ഈ നീല വെള്ളം കാണാൻ ഭയങ്കര ഇഷ്ടം, ഷിപ്പിൽ യാത്ര ചെയ്യാൻ ഇഷ്ടം. എന്താണ് ദ്വീപ് കാണുന്നേക്കാളും കൂടുതൽ ഷിപ്പിൽ യാത്ര ചെയ്യാം, അതൊന്ന് ആസ്വദിക്കുക, അതൊക്കെ കണ്ടിട്ടോ ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇതാ എല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ ഇന്നലെ രാത്രി കാണിച്ചിരുന്ന സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. ഇപ്പോഴാണ് ഒന്നുകൂടെ എല്ലാം ക്ലിയറായി കാണുന്നത്. കടലല്ലേ. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നേക്കാളും നല്ല ഭംഗിയുണ്ട് കേട്ടോ. വെള്ളം തന്നെ കാണുന്നത് നല്ലൊരു ബ്ലൂ കളറാണ്. അപ്പോൾ ഷാഫിക്ക പറഞ്ഞതിൽ എന്താണ് തെറ്റ് പറയാൻ പറ്റില്ല കേട്ടോ, അത്രയ്ക്ക് അടിപൊളിയാണ്. ആ അക്വ കളർ ഇങ്ങനെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഷാഫിക്കാക്ക് ഇതാ നല്ലോണം ആസ്വദിച്ച് കാണാൻ കേട്ടോ കടൽ. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ജംഹർക്ക, ഞങ്ങൾ കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കുറച്ച് ലേറ്റായി പോയിട്ടോ, അപ്പോൾ ഫുഡ് തീർന്നു പോയെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ തിരിച്ച് ഡെക്കിലേക്ക് പോയപ്പോഴേക്ക് കൽപ്പേനി എന്ന് പറഞ്ഞ ദ്വീപില്ലേ, അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ജംഹർക്കാക്ക് അവിടെ ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഓരവിടെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ അവിടുന്ന് ഇതാ ഷിപ്പൊന്നും കരയിലേക്ക് അടുക്കൂല, ഇങ്ങനെ പകുതി നിർത്തിയിട്ട് അവിടുന്ന് അങ്ങോട്ട് ബോട്ടിൽ പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് കേട്ടോ കൽപ്പേനി ദ്വീപ്. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ടൊരു ദ്വീപ് കാണുകയാണ്, കൽപ്പേനി ദ്വീപാണിത്. ആൾക്കാരൊക്കെ എന്താ ചെറിയ ബോട്ടിൽ കയറ്റിയിട്ടാണ് കരയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ ടെൻഷനായിട്ടോ, ഞാൻ ഇറങ്ങുന്ന ദ്വീപിലും ഇതേപോലെ കരക്കടുപ്പിക്കാഞ്ഞാൽ ഞാനും ഇതേപോലെ ഈ തിരമാലേൻ്റെ ഇടയിലൂടെ ചെറിയ ബോട്ടിൽ പോകേണ്ടതെന്നൊക്കെയുള്ള ടെൻഷനായിരുന്നു കേട്ടോ. കടലായതുകൊണ്ട് എനിക്കെന്താ ഭയങ്കര പേടിയാണ് കേട്ടോ വെള്ളം. പിന്നെ ആ ദ്വീപിൽ നിന്ന് ഷിപ്പ് എടുത്തതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് നേരം കൂടി വന്നിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് വന്ന് കിടക്കുകയാണ്. ഇതാണ് നമ്മളെ ക്യാബിന്. അപ്പോൾ ഇതാ ചെറിയൊരു കർട്ടനൊക്കെ ഉണ്ടാവും കേട്ടോ. 4 സീറ്റാണ് കേട്ടോ ഒരു ക്യാബിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക, സെക്കൻഡ് ക്ലാസ് ആണ്. സത്യം പറയുകയാണെങ്കിൽ ക്യാബിൻ്റെ ഉള്ളിൽ AC ഒക്കെ ഉണ്ടെങ്കിലും കൂടി എനിക്ക് പുറത്ത് നിൽക്കാനാണ് കേട്ടോ ഒന്നുകൂടി കംഫർട്ടായിട്ട് തോന്നുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറുമ്പോൾ എന്തോ ഒരു ഇറിറ്റേഷൻ, എന്തോ ഒരു ഓക്കെ അല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ എടുക്കും, കുറച്ച് നേരം എഴുന്നേറ്റിരിക്കുകയൊക്കെ ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഷാഫിക്ക അതാ നമ്മളെ ക്യാബിൻ്റെ ഉള്ളിൽ ആന്ധ്രോത്തിലുള്ള നേവിയിലുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഇങ്ങനെ സംസാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പൊട്ട പേടിനൊക്കെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഒരു 47 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഷിപ്പിൽ നിന്നിട്ടുണ്ട്, ഓരോ വർക്കിൻ്റെ ഭാഗമായിട്ട് ഷിപ്പിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പേടിനെ കുറിച്ചിട്ടൊക്കെ ഷാഫിക്ക അവരോട് ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ അവരിങ്ങനെ അതിനെ കുറിച്ചിട്ട് സംസാരിക്കാനു. പിന്നെ ഇതാണ് നമ്മളെ ക്യാബിന്, ഞാൻ നേരത്തെ കാണിച്ചെന്നല്ലോ ഞാൻ കിടക്കുമ്പം, അതാണ് നമുക്കുള്ള ബെഡ്. ഒരു ക്യാബിൻ്റെ ഉള്ളിൽ 4, അതായത് സെക്കൻഡ് ക്ലാസ്സിൻ്റെ ഉള്ളിൽ 4 ബെഡാണ് കേട്ടോ, 4 ആൾക്കുള്ള ബെഡാണ് ഉണ്ടാവുക. പിന്നെ നല്ല ഷെൽഫുണ്ട്, നമ്മളെ സാധനങ്ങളൊക്കെ ലഗേജൊക്കെ വെക്കാനുള്ള ഷെൽഫുണ്ട്, ഫാനുണ്ട്, പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ തന്നെ. അതുകൊണ്ട് തന്നെ നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ, നല്ല ക്യാബിനേനു. ഞങ്ങൾ പിന്നെ എന്താ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തീരെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. എന്താണ് അതിൻ്റെ ഉള്ളിലാണ് ഒന്നും കൂടി ഈ ഷിപ്പിൻ്റെ ഇളക്കൊക്കെ ഒന്നുകൂടി ഫീൽ ചെയ്യുന്നത്. പുറത്തിറങ്ങുമ്പം ആ കാറ്റ് കിട്ടുമ്പോൾ അതൊന്നും അറിയുന്നില്ല. അപ്പം ഇങ്ങനെ പുറത്തൂടെ നടക്കുകയാണ്.
ഞാനിതാ ഷിപ്പിൻ്റെ മുകളിൽ വെള്ളത്തിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. സംഭവം വെള്ളം കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ, അതുപോലെ തന്നെ നല്ല പേടിയും തോന്നുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഡെപ്ത്തൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നല്ല പേടി വന്നിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് കറക്റ്റ് ടൈമിന് നമ്മൾ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. നമ്മൾ സാദാ ചോറും കറിയൊക്കെ ആയിരുന്നേ. ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതാ ഷിപ്പിൻ്റെ വീൽ ഹൗസിൽ കയറിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഒന്നും കയറാൻ പറ്റില്ല, നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന ഒരാളോട് ചോദിച്ചിട്ട് അങ്ങനെ കയറിയതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ്, അപ്പോൾ ഞാനൊരു സൈഡിൽ നിന്ന് മാത്രം ജസ്റ്റ് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ്. ഇതാണ് ഷിപ്പിൻ്റെ വീൽ ഹൗസ്, അതായത് ഡ്രൈവർ നിൽക്കുന്ന സ്ഥലം, പൈലറ്റ് നിൽക്കുന്ന സ്ഥലം എന്ന് പറയല്ലേ, പൈലറ്റ് നിൽക്കുന്ന സ്ഥലം. ഇത് ഷിപ്പിൻ്റെ ഏറ്റവും ഫ്രണ്ട് ഭാഗമാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഫുള്ള് ഗ്ലാസ്സാണ്, ഫ്രണ്ടിലേക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഷിപ്പിൽ കയറി, ഇതിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷമാണ് ഷിപ്പിന് ഓട്ടോമാറ്റിക്കായിട്ടുള്ള സിസ്റ്റം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് കേട്ടോ. ഞാൻ വിചാരിച്ച ഫുൾ ടൈം ഇങ്ങനെ പൈലറ്റ് ഓടിക്കലാണെന്നാണ്. അപ്പോൾ ഇതിലിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമുക്ക് മാപ്പൊക്കെ കാണിച്ചു തന്നേനു കേട്ടോ. അപ്പോൾ ആ മാപ്പ് നോക്കിയിട്ട് ഇപ്പം നമ്മൾ ഏത് ദ്വീപാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഷിപ്പ് ഇങ്ങനെ പോയിക്കോളും. പിന്നെ എന്താണ് ഈ വെള്ളത്തിൻ്റെ ഇതൊക്കെ മാറുമ്പോൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു കാണിച്ചു തന്നിന് കേട്ടോ, ഒരു മാപ്പ്. എല്ലാ സിസ്റ്റങ്ങളും നല്ല കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തന്നിനു. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇൻക്ലൂഡ് ആക്കാത്തത്. അപ്പോൾ ഞങ്ങളിതാ സൈഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മുകളിൽ കാണുന്ന ഓറഞ്ച് കളറുള്ളതാണ് കേട്ടോ ബോട്ട്, ലൈഫ് ബോട്ട്. അപ്പോൾ അത് ജാക്കറ്റൊക്കെ ഉണ്ടോ, ഞാൻ ഫസ്റ്റ് തന്നെ ഷിപ്പ് കയറിയപ്പോൾ നോക്കി വെച്ചത് എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ എടുത്തിട്ട് ഓടാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അത്രയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഷിപ്പിൽ കയറാൻ. പിന്നെ കയറി ഇങ്ങനെ കുറച്ച് ടൈം നിൽക്കണമല്ലോ, ഞങ്ങൾ 7 മണിക്ക് കയറിയാൽ പിറ്റേന്നല്ലേ അവിടെ എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങനെ എന്താ ടൈം പോയതിനനുസരിച്ച് കുറച്ചൊക്കെ ഇങ്ങനെ ഓക്കെ ആയി വന്നതാണ്. അങ്ങനെ ഇതാ അൽഹംദുലില്ലാ ഫസ്റ്റായിട്ട് നമ്മളെ ദ്വീപ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ഫസ്റ്റ് ഏത് ദ്വീപിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല, ആന്ത്രോത്ത് എന്ന് പറഞ്ഞ ദ്വീപിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ അതിതാ അങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. ഈ വീഡിയോൻ്റെ സെൻറ്റർ ഭാഗത്ത് വരുന്നതാണ് കേട്ടോ, ഇങ്ങനെ വിട്ട് നോക്കിയിട്ട് കാണില്ല. ഇപ്പം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതാ ദ്വീപിലെത്താനായിട്ടുണ്ട്. ആന്ത്രോത്ത് എന്ന് പറഞ്ഞ ദ്വീപാണ്. ഈ ദ്വീപിൽ ഏറ്റവും വലുത്, അതായത് ലക്ഷദ്വീപിൻ്റെ ഇതിൽ ഏറ്റവും വലുതാണ് ആന്ത്രോത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ദ്വീപ് കേട്ടോ. ദ്വീപ് ഇങ്ങനെ കാണാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ ലഗേജൊക്കെ റെഡിയാക്കി വെക്കാൻ വേണ്ടി പോവാണ്. നമ്മളിപ്പോൾ കുറച്ച് ഒരു പകുതി ദിവസത്തോളം നിന്നണല്ലോ. അപ്പോൾ അതിനുള്ളിലത്തെ ബാഗിൻ്റെ ഉള്ളിലെ സാധനങ്ങളൊക്കെ കുറേ പുറത്തെടുത്ത് വെച്ചതുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോവാണ്. ശരിക്കും ഫസ്റ്റ് ടൈമൊക്കെ നമ്മൾ ദ്വീപിലേക്ക് പോകുമ്പോൾ എന്താണ് ഫസ്റ്റ് തന്നെ ഈ ദ്വീപ് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നല്ല അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം ഇത്രയൊക്കെ കൂടുതൽ വെള്ളത്തിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു പാട പോലെ ഇങ്ങനെ നിൽക്കുകയല്ലേ. അതായത് വെള്ളത്തിനേക്കാളും ചെറിയൊരു ഉയരത്തിന് വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പം എനിക്ക് കണ്ടപ്പോൾ പേടിയോ സങ്കടമോ എന്താ ഫസ്റ്റ് വന്ന ഫീലിംഗ് നിങ്ങൾക്ക് പറയാനറിയില്ല. അപ്പം എനിക്ക് പിന്നെയും ടെൻഷൻ ഇങ്ങനെ കൂടാണ് കേട്ടോ. അപ്പം ഞാൻ ഷാഫിക്കാക്കനോട് പിന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് വരുന്നത് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഏതോ കാലം അവിടെ ആൾതാമസം തുടങ്ങിയിട്ടില്ലേ, ഇപ്പോഴും ഒരുപാട് ആൾക്കാർ അവിടെ ജീവിക്കുന്നുണ്ട്, അവർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ടോ. പക്ഷേ നമ്മളെന്താ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് വെള്ളത്തിൻ്റെ നടുക്ക് ഒരൊറ്റപ്പെട്ടിട്ടുള്ളൊരു ചെറിയ ദ്വീപ്, അവിടുന്ന് അടുത്ത ദ്വീപിലേക്ക് പോകണമെങ്കിൽ തന്നെ കുറേ ടൈം എടുക്കും, 2-3 മണിക്കൂറൊക്കെ വേണം. സ്പീഡ് ബോട്ടിൽ, അതായത് സ്പീഡ് വെസലിൽ തന്നെ പോകണമെങ്കിൽ 2-3 മണിക്കൂറൊക്കെ എടുക്കും. നമ്മൾ കുറേ ദൂരം തന്നെ ദ്വീപ് ഇങ്ങനെ കാണാൻ തുടങ്ങും കേട്ടോ. പക്ഷേ അതിൻ്റെ അടുത്ത് എത്തണമെങ്കിൽ പിന്നെയും മണിക്കൂറുകളോളം ഇങ്ങനെ പോകേണ്ടി വരും. അപ്പോൾ പിന്നെ ഫസ്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇനി അതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ കൂടി വരികയാണേ. അങ്ങനെ ഇതാ ആന്ത്രോത്ത് എന്ന് പറഞ്ഞ ദ്വീപിലെത്തിയിട്ടുണ്ട്, നമുക്ക് ഇറങ്ങാനായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഞാൻ ആ നഗ്ന സത്യം തിരിച്ചറിഞ്ഞത്. നമ്മളും ഇതുപോലെ ഷിപ്പ് അങ്ങോട്ടേക്ക് അടുക്കൂല, കടലിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് ചെറിയ ബോട്ടിൽ കയറിയിട്ട് കേട്ടോ അങ്ങോട്ട് പോകാനും. അപ്പോൾ ഇത് ഷാഫിക്കാക്ക് എടുത്ത വീഡിയോ ആണ്. ഷാഫിക്ക വലിയ ബോട്ടിലാണ് കയറിയത്. ഞാനിങ്ങനെ കയറിയിട്ട് ലഗേജ് വാങ്ങാൻ നിന്നപ്പോഴേക്ക് ഇനി ഇതിലേക്ക് ആളെ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞേ.
അപ്പോൾ ഞാൻ കയറിയത് ചെറിയ ബോട്ടേനു കേട്ടോ. അതിന് ശേഷം വന്നതാണ് ഇത് കുറച്ചുകൂടി വലിയ ബോട്ടാണ്. അപ്പോൾ ഷാഫിക്ക എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ ദ്വീപിലേക്കാണ് പോകുന്നത്. അപ്പോൾ പകൽ വെളിച്ചത്തിലുള്ള ഷിപ്പിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ അത്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് കറക്റ്റ് കാണാൻ പറ്റില്ലേനല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഷിപ്പിലെ വിശേഷങ്ങൾ. ഇനി ദ്വീപിലെ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.